നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് അർജന്റീൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമല്ല. ഫുട്ബോൾ ഉണ്ടായത് 2022-ലൊന്നുമല്ല, അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ്. അർജന്റീൻ ദേശീയ ടീമിൻ്റെ ചരിത്രം ഞങ്ങളെല്ലാവരും ചേർന്ന് എഴുതിയതാണ്. അല്ലാതെ ഈ അവസാനത്തെ പോയിന്റ് മാത്രമല്ല എടുത്തു പറയേണ്ടത്. പറയുന്നത് മാരിയോ കെമ്പസ് ആണ്. അർജന്റീൻ ഇതിഹാസം മാരിയോ കെമ്പസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ ടീം ഒരു വേൾഡ് കപ്പല്ലേ ജയിച്ചുള്ളൂ, 2 ജയിച്ചിട്ടില്ലല്ലോ. 78-ലും നമ്മളൊരു വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു, 86-ലും നമ്മളൊരു വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരടുത്ത വേൾഡ് കപ്പ് ജയിക്കട്ടെ, എന്നാൽ പറയാം ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമാണ് അവരെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ 2 വേൾഡ് കപ്പുകൾ അവർ നേടണം എങ്കിൽ മാത്രമേ ഇത് ബെസ്റ്റ് ടീമാണ്, നാഷണൽ ടീമാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ. കോപ്പ അമേരിക്കയുടെ കാര്യമോ, യെസ്, അവർ ചാമ്പ്യന്മാരായിരിക്കുന്നു, ഈ അർജന്റീന ടീം ചാമ്പ്യന്മാരായിരിക്കുന്നു. പക്ഷേ അർജന്റീന ചിലിക്കെതിരെ ഇതിനു മുമ്പ് 2 ഫൈനലുകൾ തോറ്റിട്ടുണ്ട്. അതിനെക്കുറിച്ച് പലരും പറയാറില്ല. ആ തോൽവിയോടുകൂടി ലോകം അവിടെ അവസാനിച്ചിട്ടുമില്ല. ഇപ്പോൾ അർജന്റീന 2 കോപ്പ അമേരിക്കകൾ തുടർച്ചയായി വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ മറ്റൊരു വേൾഡ് കപ്പ് കൂടി വിജയിക്കട്ടെ, ദെൻ ഞാൻ പറയും, സമ്മതിക്കും, അവർ ചരിത്രത്തിൽ അർജന്റീൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമാണെന്ന് ഞാൻ ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കുക, 1970-കളിൽ ഒരു ബ്രസീൽ ടീമുണ്ട്, നെതർലൻഡ്സിൻ്റെ ടീമുണ്ട്. അവരൊന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവർ ബെസ്റ്റ് ടീംസ് എന്ന രൂപത്തിൽ പലരും കാണാറുമുണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് ഒരു 3 മാസക്കാലം മുമ്പ് ആരംഭിച്ചതല്ല, അത് ദീർഘകാലമായിട്ട് ഇവിടെയുള്ള സംഭവമല്ലേ. ആളുകൾ ചരിത്രത്തെ ബഹുമാനിക്കാൻ പഠിക്കണം, ബഹുമാനിക്കേണ്ടതുണ്ട്. അർജന്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രം ഞങ്ങളെല്ലാവരും ചേർന്ന് എഴുതിയതാണ്, അല്ലാതെ ഈ അവസാനത്തെ ചാപ്റ്റർ മാത്രം നോക്കിയല്ല വിലയിരുത്തേണ്ടത് എന്നും മാരിയോ കെമ്പസ് ആണ് പറയുന്നത്, മറ്റാരുമല്ല. അതായത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 2022 വേൾഡ് കപ്പ് നേടിയതോടുകൂടി ഈ ടീമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നും 78-ലും 86-ലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ടീമുകളൊക്കെ ഇതുപോലെ തന്നെ പരിഗണിക്കണമെന്നും, ഇനി അതല്ല ഈ ടീം അടുത്ത വേൾഡ് കപ്പ് കൂടി നേടുകയാണെങ്കിൽ ഓക്കെ, 2 നേടിയല്ലോ ഈ ടീം, അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അപ്പോൾ പറയാമെന്നല്ലാതെ ഇപ്പോൾ അങ്ങനെ പറയേണ്ടതില്ല. 2022-ലല്ല ഫുട്ബോൾ ആരംഭിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ കുറേ ആളുകൾ ആരുടെ ഈ കെമ്പസ് എന്നൊക്കെ ചോദിച്ചു വരാൻ സാധ്യത. അവരോടൊരു കാര്യം പറയട്ടെ, അവർ കേൾക്കാൻ മാത്രമായിട്ടൊരു കാര്യം പറയട്ടെ. അർജന്റീനയുടെ ഇതിഹാസമാണ് കെമ്പസ്. 1978 വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം, വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹം ഇരട്ട ഗോളുകൾ അടിച്ചത് മാത്രമല്ല, ആ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിനായിരുന്നു, ഗോൾഡൻ ബോളും അദ്ദേഹത്തിനായിരുന്നു. ഒരേ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും നേടിയ ആരുണ്ട്? ഇന്നത്തെ അർജന്റീന ടീമിലൊന്നും അങ്ങനെ ആരുമില്ല. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരേ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഒരുമിച്ച് നേടിയിട്ടുള്ളത് ഈ മരിയോ കെമ്പസ് അടക്കം 3 പേരാണ്. 1962 ഗരീഞ്ചയും, 1982 ഇറ്റലിയുടെ താരം പൗളോ റോസിയും, പിന്നെ ഇതാ 78 മാരിയോ കെമ്പസും. സോ കെമ്പസ് ആരാണ് എന്ന് ചോദിച്ച് വരേണ്ടതില്ല. അങ്ങനെ ചോദിച്ചു വരുന്നവരോട് കെമ്പസ് പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. 2022-ലല്ല ഫുട്ബോൾ ആരംഭിച്ചത്. അർജന്റീൻ ഫുട്ബോളിന്റെ ചരിത്രവും ഇപ്പോൾ തുടങ്ങിയതല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.